റിയൽമി കമ്പനിയുടെ നോട്ട് 70 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ലൊരു മാസീവ് ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കാണുന്നവർക്കും അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒരുപാട് മനസ്സ് തട്ടി പറയാൻ നല്ല ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊന്ന് ലൈഫിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇത്രയും ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മളെ ഫോണ് വരുന്നുണ്ട്. ഫോണ് തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫോണിന്റെ ബോക്സിൽ വരുന്നത്. കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂസർ മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു സിം ഇഞ്ചക്ടർ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ ഒരു USB to Type-C കേബിൾ വരുന്നുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. പിന്നെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു സിലിക്കോൺ കവർ കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സിലിക്കോൺ കവറും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലാണ് കേട്ടോ. പിന്നെ എത്രയും കൊടുക്കുന്നുണ്ടല്ലോ. സാംസങ്ങിനെ പോലെ ഒരു ബോക്സ് മാത്രം, ഒരു ഫോണും ഒരു ബോക്സും മാത്രമല്ല, അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോണിന്റെ ചാർജറാണ് 15 വാട്ട്സിന്റെ ഒരു സ്പീഡ് ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത് കമ്പനി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ഗോൾഡൻ കളറിൽ വരുന്നൊരു ഫോണാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസൈനും ബോഡീനെയും പറ്റി പറയാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. ബാക്ക് സൈഡിലാണെങ്കിലും അതുപോലെ മിഡിൽ ഫ്രെയിം ഒക്കെ ആണെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതിന് ചേർന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിന്റെ ഉള്ളിലായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റും അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഒരു വോളിയം സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ പവർ ബട്ടണിലാണ് നമ്മളെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിം ഇടാനുള്ള ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാത്തിലും വരുന്ന പോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട്, മൈക്ക്, അതുപോലെ DC ജാക്ക്. പിന്നെ ഇതിന്റെ സ്പീക്കറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ വോളിയം സ്പീക്കറാണ് കേട്ടോ. അത്യാവശ്യം വലിയ സൗണ്ട് ഉള്ള ഒരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും. അത്യാവശ്യം ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്. പിന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 7.94 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 201 ഗ്രാം വെയിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഓക്കെയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടെടുക്കാനൊക്കെ പറ്റും. 90 ഹെർട്സിന്റെ 6.74 ഇഞ്ചസിൽ വരുന്ന ഒരു അടിപൊളി LCD ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു HD+ LCD ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു LCD ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത സ്മൂത്ത്നെസ്സും, സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രൈറ്റ്നസിന്റെ നിറ്റ്സ് പറയുന്നത് 563 നിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ചെറിയൊരു കുറവ് മാതിരി തോന്നി. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഓക്കെ ആണ്. നമ്മളെ സാംസങ്ങിൽ വരുന്ന A07 എന്ന് പറയുന്ന കഴിഞ്ഞ മോഡലിന്റെ ഒക്കെ ബ്രൈറ്റ്നസ് പറയുന്നത് 400+ ആണ് വരുന്നത്. ഇതെന്തായാലും 563 ബ്രൈറ്റ്നസ് നിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്പ്ലേ പറ്റി പറയാനുള്ളത്. 1.8 മീറ്റർ മുകളിൽ നിന്ന് വരെ ഇത് നിലത്ത് വീണാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇത് ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെക്കുക. കാരണം ഈ ഒരു ഫോണ് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൂടി ചേർന്ന് വരുന്നൊരു ഫോണാണ് ഇട്ടത്. പിന്നെ യൂണിസോക്കിന്റെ T7250 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. 12 nm വരുന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ബേസ് മോഡൽ എപ്പോഴും നിങ്ങൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാം. പിന്നെ ഇതിന് 6GB റാമും 128GB മെമ്മറിയാണ് വരുന്നത്. പിന്നെ ഇതിന് വേറെ വേരിയന്റും കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുമെന്ന് അറിയില്ല. എന്തായാലും 6+128GB ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുള്ളത്. 6300 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മാസീവ് ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഒരു 2 ദിവസത്തിനുള്ളിൽ വരെ നിങ്ങൾക്ക് ചാർജ് കിട്ടുന്നതാണ്. പിന്നെ 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സ്പീഡാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിന് റിവേഴ്സ് ചാർജിങ് കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 വാട്ട്സിലാണ് ഇതിന്റെ റിവേഴ്സ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്തെങ്കിലും എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചാർജ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വേറൊരു ഫോണിലേക്ക് ഇത് ചാർജ് ചെയ്യുമ്പോൾ
ഒരുപാട് സമയം എടുക്കും. കാരണം 6 വാട്ട്സിലാണ് ഇതിന്റെ റിവേഴ്സ് ചാർജ് പോകുന്നത്. ക്യാമറയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ 13 മെഗാ പിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയും അതുപോലെ 5 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 13 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ എന്ന് പറയുന്നത് വളരെ ചെറുതായി പോയി. പിന്നെ ഈ ഒരു ബഡ്ജറ്റിന് ഇതിലാറെ കുറച്ചുകൂടി നല്ലൊരു ക്യാമറ കൊടുക്കാമായിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും കമ്പനി കൊടുത്തായതുകൊണ്ട് ഇപ്പൊ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. എന്തായാലും ഈ ഒരു ഫോണിന് ഈ ഒരു ബഡ്ജറ്റിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിൽ നിന്നത്തെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കാണിച്ചത് കണ്ടിട്ട് നല്ലതാണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. കുഴപ്പമില്ല, നല്ലൊരു ഫോണാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.